കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനുമെല്ലാം ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സമീപനമായിരുന്നു ഇ.ഡി. ആക്രമിച്ച കേസിലെ CPM-ലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള മുൻ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു നീക്കം. The soul of royal art, Kairali Jewelers. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഓണം ആഘോഷിക്കുന്ന വേളയിൽ ഇവരവിടെ ഒപ്പിടാനായിട്ട് എത്തുകയും, കാരണം കോടതി ജാമ്യം നൽകിയപ്പോൾ തന്നെ എല്ലാ ആഴ്ചയും വന്ന് അവിടെ ഒപ്പിടണം എന്നുള്ള ഒരു നിർദ്ദേശം, എല്ലാ ശനിയാഴ്ചയും വന്ന് ഒപ്പിടണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി നൽകുകയുണ്ടായി. ഹൈക്കോടതി നൽകുകയുണ്ടായി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ടത്. എന്നിട്ട് ഉദ്യോഗസ്ഥരോടൊപ്പം IP ബിനുവും അതോടൊപ്പം തന്നെ ഉണ്ണിയും അടക്കമുള്ളവർ ഓണം ആഘോഷിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ കേരള പോലീസും നാണക്കേട് കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അങ്ങനെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന IDGP P. വിജയൻ ഇതിനെ അന്വേഷിക്കണമെന്ന ഒരു നിർദ്ദേശം, ഒരു ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആദ്യമേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ പറഞ്ഞത് ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രതികൾ വന്ന് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതി ഇവർക്ക് നൽകുകയുണ്ടായി. പക്ഷെ അതിനുശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിലൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പ്രതികളോട് തിരികെ പോകാൻ പറയണം എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ 6-7 പോലീസ് ഉദ്യോഗസ്ഥർ ഇവരടുത്ത് തിരികെ പോകാനോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ ആടുകയും അവിടുത്തെ ചെണ്ട എടുത്തിട്ട് കൊട്ടുകയും ഒക്കെ ഈ ഉദ്യോഗസ്ഥർ ചെയ്തപ്പോഴും, അതായത് ഈ CPM-ലെ നേതാക്കൾ ചെയ്തപ്പോഴും ഇതിനെ ഒന്നും തടയാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഒരു തയ്യാറെടുത്തില്ല എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ 6 അല്ലെങ്കിൽ 7 മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അടക്കം AR ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കവുമുണ്ടായി. കൂടാതെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ ഒന്നും കാണാത്ത മട്ടിൽ ഇരുന്നു എന്നുള്ള റിപ്പോർട്ടും കൂടെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് SHOയെ, അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHOയെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലോടുകൂടി തന്നെ അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ചുമതല വിട്ട് തൃശ്ശൂരിലേക്ക് വണ്ടി കയറി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് ഒരർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനത്തിനും അടക്കം വലിയ രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ED ആക്രമിച്ച കേസിലെ പ്രതികളെല്ലാം ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. അതായത് ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും ഭരിക്കുന്നത് CPM ആണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പുമായി യാതൊരു ബന്ധവുമില്ല, ഇപ്പോഴും കടിഞ്ഞാൺ CPM-ന്റെ കയ്യിലാണെന്ന് വ്യാപകമായ ഒരു വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ഒരു ശ്രമം നടക്കുന്നത്. അതായത് ഇപ്പോൾ ഓണാവധിയാണ്. അതിനുശേഷം കോടതി തുറക്കുന്ന ഒരു സമയത്ത് പ്രതികളുടെ, അതായത് IP ബിനു, ഉണ്ണി ഉൾപ്പെടെയുള്ള 26 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്, അങ്ങനെ ഒരു കർശനമായ നടപടികളിലേക്ക് പോവും. അങ്ങനത്തെ ഒരു റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന സൂചന. അതിനു മുമ്പേ തന്നെ ED ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് പ്രതികൾ ഹൈക്കോടതി പറഞ്ഞ ജാമ്യം എല്ലാം തന്നെ പ്രതികൾ ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രതികൾ അതെല്ലാം ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി കർശനമായ ഒരു നിർദ്ദേശം പ്രതികൾക്ക് ജാമ്യം നൽകുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിന്റെ മുന്നിൽ കടന്നുകൊണ്ടുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് അവിടെ തന്നെ നിൽക്കണം, ജാമ്യ വ്യവസ്ഥകളൊന്നും തന്നെ ലംഘിക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതെല്ലാം പ്രതികൾ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതായത് അതിൽ ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, പോലീസ് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ IP ബിനു ഉൾപ്പെടെയുള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ടൊരു സ്വാധീനം നടത്താനുള്ള ഒരു സാഹചര്യം, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം നടത്താനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് വലിയ രീതിയിൽ ഒരു നീതി കിട്ടാൻ ഒരു വൈകും എന്നൊരു സൂചനയും കൂടെ ED നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു നീക്കത്തിലേക്കും കൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 6-7 പോലീസ് കോൺസ്റ്റബിളിൽ ഒരു ഉദ്യോഗസ്ഥൻ IP ബിനുവിന് വേണ്ടിയും പുറത്തെ കടയിൽ നിന്നും ഡ്രസ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കല്യാൺ സിൽക്സ് ആണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് ഒരു 26 ഡ്രസ്സുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരടക്കം വാങ്ങിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതെല്ലാം തന്നെ കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് അതിന്റെ കണക്ക് എടുത്തിട്ടുണ്ട്. എത്ര പേർക്ക്, എത്ര പോലീസ് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരാണ് ഈ പ്രമുഖ വസ്ത്ര വ്യാപാരശാലയിൽ നിന്നും വസ്ത്രങ്ങൾ കൈപ്പറ്റിയത്. അതിൻ്റെ ബില്ലുകളടക്കം എല്ലാം കൂടെ എടുത്തിട്ടാണ് ADGP പി വിജയന് ഒരു വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും പ്രതികളെ ഇപ്പോൾ 7 ഉദ്യോഗസ്ഥരെ റവിച്ച് 7 പോലീസ് കോൺസ്റ്റബിളെയാണ് എയർ ക്യാമ്പിലേക്ക് മാറ്റിയത്. ഇനി അവർക്ക് എതിരെ എന്തെങ്കിലും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് ഇനി വ്യക്തമായ ഒരു റിപ്പോർട്ട് ADGPയുടെ കയ്യിൽ എത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ IP ബിനുവും അതോടൊപ്പം തന്നെ ഉണ്ണിയും ഉൾപ്പെടെയുള്ള ഈ 26 പേർ കാണിച്ച ഈ ഒരു നീക്കം CPMന് വലിയൊരു അതിർത്തി തന്നെയുണ്ട്. കാരണം ജാമ്യം കിട്ടി ഒരു ആഴ്ച ആവുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്നും ഒരു പക്വതയില്ലായ്മ പോലത്തുള്ള ഒരു സ്വഭാവം ഉണ്ടായത് CPMന് വലിയ രീതിയിൽ ഒരു കടുത്ത തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് CPM കടുത്ത പ്രതിരോധത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ IP ബിനുവും കൂട്ടരും ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ CPMനെ വീണ്ടും ഒരു പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം വരുന്നുണ്ട്. അതായത് വീണ്ടും ഒരു കനത്ത തിരിച്ചടി CPMന് ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് IP ബിനുവിനെയും ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം ഹൈക്കോടതി റദ്ദ് ചെയ്താൽ അത് CPMന് വീണ്ടും ഒരു കനത്ത പ്രഹരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.